രാം നാരായൺ റാം. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രജ്ഞർ ഇന്നുവരെ ആത്മാവിനെ പിടിക്കാനാകാതെ പോയതിനെക്കുറിച്ച്? ആത്മാവ് എന്നത് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? എവിടേക്കാണ് പോകുന്നത്? ഇതിന് ഇതുവരെ വ്യക്തമായ തെളിവൊന്നും ശാസ്ത്രീയമായി ലഭിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞർ ഏറെ ശ്രമിച്ചു ആത്മാവിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ. പക്ഷേ അവർ ഇതുവരെ പരാജയപ്പെട്ടു. ആത്മാവിനെ ഒരാൾ എങ്ങനെ പിടിക്കാനാകും? കാരണം അത് ശബ്ദ ഊർജമാണ്. ശബ്ദ ഊർജം നിങ്ങൾക്ക് അനുഭവിക്കാനാകും, കേൾക്കാനാകും, പക്ഷേ പിടിക്കാനാകില്ല. ധ്യാനവും അതുപോലെ തന്നെ ശബ്ദ ഊർജമാണ്. ധ്യാനത്തെ നിങ്ങൾ പിടിക്കാനാകുമോ? ശബ്ദ ഊർജം നിങ്ങളുടെ ഉള്ളിലായിരിക്കും നിലകൊള്ളുന്നത്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും ധ്യാനത്തോട് ബന്ധപ്പെടണം. അതിലൂടെ നിങ്ങളുടെ ക്ഷേമം നേടാനാകും. ധ്യാനം നിങ്ങളുടെ മനസ്സിനെയും വിവേകത്തെയും അന്തരാത്മാവിനെയും ബലപ്പെടുത്തുന്നു. അവയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തരും ധ്യാനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ധ്യാനം ഒരു തരത്തിലുള്ള ശബ്ദ ഊർജമാണ്. അത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന 50 ലക്ഷം കോടിയോളം ആത്മാക്കൾക്ക് ഊർജം നൽകുന്നു. അതിലൂടെ ശരീരത്തിന് ബലം ലഭിക്കുന്നു, ജീവൻ ലഭിക്കുന്നു, ചിന്തിക്കാനും മനസ്സിലാക്കാനും ശേഷി വികസിക്കുന്നു. ഈ ശബ്ദ ഊർജം പ്രകൃതിയിലെ നിന്നാണ് വരുന്നത്. നമ്മുടെ ഭൂമി ആകാശത്തിൻ്റെ വളരെ കഠിനമായൊരു പാഠശാലയാണ്. ഈ പാഠശാലയിൽ വിജയിക്കുകയും മുഴുവൻ മാർക്കും നേടുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നുവരെയും ആരും ഇതിൽ മുഴുവൻ മാർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേട്ട എല്ലാ ദൈവങ്ങളും മതങ്ങളും ഇവയിൽ ആരും ആകാശത്തിൻ്റെ പരീക്ഷ പാസ്സാകാതെ പോയിട്ടുണ്ട്. ആരെങ്കിലും ഈ പരീക്ഷയിൽ പൂർണ്ണ മാർക്കും നേടി വിജയിച്ചാൽ ആ വ്യക്തിക്കാണ് ആകാശ ഡിഗ്രി ലഭിക്കുന്നത്. ആ വ്യക്തിയാണ് ആകാശത്തിൽ ഭരണം നടത്തുക, മോക്ഷം നേടുക. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ വിവേകം ഉണ്ട്. അത് നമ്മുടെ അന്തരാത്മയിൽ വസിക്കുന്നു. ജീവിതം എങ്ങനെ നയിക്കണമെന്ന് നമ്മെ നിർദ്ദേശിക്കുന്നതും അതാണ്. നാം അതിൻ്റെ വാക്ക് കേൾക്കാതിരുന്നതാണ് മോക്ഷം ലഭിക്കാത്തത്. നാം ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ 50 ലക്ഷം കോടിയോളം ആത്മാക്കൾ ഒരിടത്ത് ഏകീകരിക്കപ്പെടുന്നു. അതിനാൽ നാം ഊർജം നിറഞ്ഞവരാകുന്നു. നിങ്ങളെ മനസ്സിൽ ഉറപ്പാക്കേണ്ടത് ഒന്ന് മാത്രമാണ്: നിങ്ങൾ ഏത് സാഹചര്യത്തിലും ധ്യാനത്തിൽ പ്രവേശിക്കണം. ധ്യാനം ചെയ്താൽ നിങ്ങളുടെ ധാരാളം വിഷമങ്ങൾ, പേടികൾ, മനസ്സിലെ ആശങ്കകൾ എല്ലാം മാറും. ധ്യാനത്തിനായി മനസ്സാക്ഷിയോടെ ഇരിക്കുന്നപ്പോൾ ഒരിടത്ത് നിശബ്ദമായി ഇരിച്ചു രാം നാരായൺ റാം എന്ന നാമം ജപിച്ച് ആത്മാർത്ഥതയോടെ ധ്യാനം തുടരുക. ഒരു സമയം പോലും സംശയിക്കേണ്ട. ഈ ബീജമന്ത്രം നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കും. ഒരിക്കൽ ബന്ധപ്പെടി നോക്കൂ.